എവർക്കും ഫുട്ബോൾ സ്റ്റുഡിയോ മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം. ചാനൽ ആദ്യമായി കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഒട്ടുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് നേരെ വീട്ടിൽ കിടക്കാം. ഇന്നലെ നടന്ന മത്സരത്തിലേക്ക് ആദ്യം തന്നെ കിടക്കാം. ഇന്നലത്തെ ആദ്യത്തെ പോരാട്ടം ഒഡീഷ വേഴ്സസ് ചെന്നൈയിൻ FC ആയിരുന്നു. ഒഡീഷയുടെ ഹോം ഗ്രൗണ്ടിൽ വെച്ചായിരുന്നു മത്സരം നടന്നിരുന്നത്. ഒഡീഷയുടെ ഹോം മത്സരമായിരുന്നു. മത്സരത്തിൽ ആദ്യ പകുതിയിൽ ഒഡീഷ ഒരു ഗോളിന് ലീഡ് ചെയ്ത് നിന്നു. മത്സരം തുടങ്ങിയപ്പോൾ ചെന്നൈ FC അറ്റാക്ക് ചെയ്തെങ്കിലും പിന്നീട് ഒരു ഗോളിന് ലീഡ് ചെയ്തു നിന്നത് ഫസ്റ്റ് ഹാഫിലെ ഒഡീഷ FC ആയിരുന്നു. പെനാൽറ്റി വഴിയായിരുന്നു ഹ്യൂഗോ ഗോമസ് നേടിയെടുത്ത പെനാൽറ്റി ഡീഗോ മൗറീഷ്യോ ഫിനിഷ് ചെയ്തുകൊണ്ട് 39 ഗോളുമായി അദ്ദേഹം ഓൾ ടൈം ടോപ്പ് സ്കോറർ ലിസ്റ്റിലേക്ക് എത്തിയിട്ടുണ്ട്. രോഹിത് കൃഷ്ണയോടൊപ്പം അദ്ദേഹമായിരുന്നു ഫസ്റ്റ് ഹാഫിൽ ഗോൾ നേടിക്കൊടുത്തത്. പിന്നീട് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഒരു അട്ടിമറി തന്നെയാണ് ഉണ്ടായത്. സെക്കൻഡ് ഹാഫിൽ 3 ഗോളുകൾ തിരിച്ചടിച്ചുകൊണ്ട് ചെന്നൈയിൻ FC തിരിച്ചെടുക്കുകയായിരുന്നു മത്സരം എന്ന് തന്നെ പറയണം. ഒരു വീരോചിതമായ പോരാട്ടം തന്നെ. അങ്ങനെ 3-2 എന്ന സ്കോറിൽ ചെന്നൈ FC ആ മത്സരം വിജയിച്ചു. രണ്ടാം മത്സരം ബംഗളൂരു FC വേഴ്സസ് ഈസ്റ്റ് ബംഗാളായിരുന്നു. ശക്തമായ പോരാട്ടമെങ്കിലും ഒറ്റ ഗോളിന്, ഏകപക്ഷീയമായ ഒരു ഗോളിന് ബംഗളൂരു FC വിജയിക്കുകയായിരുന്നു. ഈസ്റ്റ് ബംഗാളിന് വേണ്ടി ദിമിത്രോസ് ഫസ്റ്റ് ഹാഫിൽ ഇറങ്ങിയിരുന്നെങ്കിലും വലിയ പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചില്ല. ആ ഗോളിൻ്റെ പ്രത്യേകത ഉണ്ട്. കാരണം മറ്റൊന്നുമല്ല, ISLൻ്റെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു ഗോളായിരുന്നു അദ്ദേഹം തിരുത്തിക്കുറിച്ച് 2016 റെക്കോർഡ് ഇന്നലെ അദ്ദേഹം തിരുത്തിക്കുറിക്കുകയായിരുന്നു. വിനീത് എന്ന് പറയുന്ന 32ാം നമ്പർ ജേഴ്സി കളിക്കുന്ന വെറും 19 വയസ്സുകാരനായിരുന്നു ഇന്നലെ ആ റെക്കോർഡ് തിരുത്തിയത്. ISLൻ്റെ 19 വയസ്സുകാരനാണ് ഏറ്റവും പ്രായം കുറഞ്ഞ ഗോൾ സ്കോററായ വിനീത് പറയുന്ന താരം മാറിയിരിക്കുകയാണ്. അടുത്തതായി ചില വർഷമാണ് പഞ്ചാബ് FC-യാണ് നേരിടുന്നത് തിരുവനന്തപുരത്തിൽ. ഇന്ന് രാത്രി 30 തെറ്റിയോടാണ് മത്സരം നടക്കുന്നത്. ഈ മത്സരം ബ്ലാസ്റ്റേഴ്സിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പല ആരാധകരും ഓണമായിട്ട് പോലും ഈസ്റ്റുകാരും ഫോൾഡ് ഔട്ട് ആയിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ അത്രത്തോളം ആൾക്കാർ ഓണം മാറ്റി വെച്ചുകൊണ്ട്, ഓണാഘോഷം മാറ്റി വെച്ചുകൊണ്ട് ഓണം ആഘോഷമാക്കി മാറ്റാൻ, ഈ മാസം ഓണാഘോഷമാക്കി മാറ്റാൻ വേണ്ടി വെക്കുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന് എന്തുകൊണ്ടും ഈ ആരാധകർക്ക് വേണ്ടി വിജയിച്ചേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്ന് ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുന്നത് ഒരു തോൽവിക്കോ സമനിലയ്ക്കോ വേണ്ടിയായിരിക്കില്ല, ഒരു വിജയത്തിന് വേണ്ടി തന്നെയായിരിക്കുമെന്ന് ഉറപ്പായിരിക്കും. അത് ബ്ലാസ്റ്റേഴ്സ് ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. 50% ആൾക്കാർ മാത്രമാണ് ഇന്ന് പ്രവേശനമുള്ളൂ എന്നൊക്കെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ കൂടി ആരാധകർക്ക് കൂടി വരുന്നുണ്ടെന്ന കാര്യം ഒരു സംശയമില്ല. അതുപോലെ തന്നെ മുണ്ടക്കയിലെയും തിരുവനന്തപുരയിലെയും കുട്ടികളായിരിക്കും കൈപിടിച്ച് ബ്ലാസ്റ്റേഴ്സിനെ അനയിക്കാൻ പോകുന്നതെന്നൊരു കാര്യവും ലഭിച്ചിട്ടുണ്ട്. കുട്ടികളെ അനയിച്ചുകൊണ്ട്, ബ്ലാസ്റ്റേഴ്സ് പ്ലേയേഴ്സിനെ അനയിച്ചുകൊണ്ട് വരുന്നത് ചുരന്മലയിലെയും മുണ്ടക്കയിലെയും വിവിധ കുട്ടികളായിരിക്കും പോകുന്നത് എന്ന് എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഇഷ്ടമാവുകയും ചെയ്തിട്ടുണ്ട്. വളരെ നല്ല കാര്യം തന്നെയാണ് എന്നാണ് തോന്നുന്നത്. കുട്ടികൾക്ക് ഒരു എന്താണ് പറയുന്നതെന്ന് അറിയില്ല, വാക്കുകൾ കാര്യത്തെക്കുറിച്ച് ആലോചിക്കാൻ ചിന്തിക്കാനാവില്ല. അത് മറ്റൊരു കാര്യമാണ്. വയനാട് ദുരന്തം അത് ഒരിക്കലും മറക്കാനാവാത്തൊരു ദുരന്തമായി അങ്ങനെ പൊട്ടിക്കിടക്കുകയാണ്. ഇതിനുവേണ്ടിയിട്ടാണ് വൈകാൻ നോക്കണ്ട. നിങ്ങൾ എത്ര നിർദ്ദേശം മന്ത്രിയായിരിക്കും, എത്ര കൂടുതൽ വർഷം വിജയിക്കാൻ മറക്കരുത്. കാരണം എല്ലാവരും എത്ര കൂടുതൽ വിജയിക്കുന്ന